നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ അനു, എടി, നീ എന്തെങ്കിലും പറഞ്ഞ് ഇന്ദ്രൻ ഇവിടെ പിടിച്ചു നിർത്തി നിന്റെ ഭാഗം പറഞ്ഞ് ക്ലിയർ ചെയ്യേണ്ടതായിരുന്നു. ആ, ഇനിയിപ്പോ ആ തള്ള പറയുന്നതല്ലേ അവൻ വിശ്വസിക്കൂ. ഞാൻ എന്ത് ചെയ്യാനാ ചേച്ചി? ഞാനും ഭാനുമ്മയും പരമാവധി ഇന്ദ്രനെ ഇവിടെ പിടിച്ചു നിർത്താൻ നോക്കിയതാ. നിക്കണ്ടേ? നിന്നില്ലെങ്കിൽ നിനക്ക് പറയാനുള്ളത് നീ വെട്ടിത്തുറന്ന് പറയണമായിരുന്നു. അങ്ങനെ പറഞ്ഞാ അവനത് കേൾക്കാതെ പോവില്ലല്ലോ. അങ്ങനെയൊക്കെ പറയാവുന്ന കാര്യമാണോ ചേച്ചി അത്? ഞാൻ ഹർഷയുടെ മുഖത്തടിച്ചപ്പോ രണ്ടാമത്തെ അടി ഇന്ദ്രേട്ടന്റെ അമ്മയുടെ മുഖത്ത് കൊണ്ടുവന്ന് എടുത്തടിച്ച പോലെ ഞാൻ എങ്ങനെ പറയാനാ? അത് കൂടുതൽ അപകടം ഉണ്ടാക്കില്ലേ? അതിലും വലിയ അപകടം അനു ഇനി ഉണ്ടാവാൻ പോകുന്നേ. ആ തള്ള അവനോട് എന്തൊക്കെയാ പറഞ്ഞു പിടിപ്പിക്കാന്ന് ആർക്കറിയാം? ഇന്ദ്രന്റെ മനസ്സില് നിനക്കെതിരെ വിഷം കുത്തിവെക്കൂ ആ സ്ത്രീ. നീ ഇവിടെ വെച്ചെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ അവന്റെ പകുതി രോഷം ഇവിടെ വെച്ച് തീരുമായിരുന്നു. ഇനിയിപ്പോ എന്ത് സംഭവിക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. എന്താന്ന് വെച്ചാ സംഭവിക്കട്ടെ ചേച്ചി. ഇനി എന്ത് വന്നാലും ഞാൻ നേരിട്ടല്ലേ പറ്റൂ. വേണ്ടനു, നീ ഇനി അവൻ തിരിച്ചു വരാൻ കാത്തു നിൽക്കണ്ട. മോനെ എടുത്ത് എന്റെ കൂടെ വാ. നമുക്കേ ദാസങ്ങളുടെ വീട്ടിലേക്ക് പോവാം. പഞ്ചരത്നത്തിന്ന് അച്ഛനും ചീരും ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ദാസങ്ങളുടെ വീട്ടിൽ വെച്ച് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കിയ ശേഷം നീ ഇങ്ങോട്ട് തിരിച്ചു വന്നാ മതി. വേണ്ട ചേച്ചി, നമ്മുടെ അച്ഛൻ തൽക്കാലം ഇതൊന്നും അറിയണ്ട. ഇന്നലെ രാത്രി അച്ഛൻ വിളിച്ചപ്പോഴും ഞാനിതൊന്നും വിട്ടു പറഞ്ഞിട്ടില്ല. വെറുതെ എന്തിനാ നമ്മുടെ അച്ഛനെ കൂടെ വിഷമിപ്പിക്കുന്ന? നീ എന്താനും അങ്ങനെ പറയുന്നേ? അച്ഛൻ ഇങ്ങോട്ട് വന്ന് ഇതൊന്നും അറിയാൻ പോകുന്നില്ലെന്നാണോ? മറ്റാരുടെങ്കിലും വായിന്ന് അച്ഛൻ ഇത് കേൾക്കുന്നതിന് മുമ്പ് നീ തന്നെ അച്ഛനോട് എല്ലാം പറയുന്നതാ നല്ലതെന്നാ എന്റെ അഭിപ്രായം. ഇല്ലെങ്കിൽ ഇന്ദ്രനോട് പറയാതിരുന്നതിന്റെ പേരില് ഇപ്പൊ നീ അനുഭവിക്കുന്ന അതേ ടെൻഷൻ അച്ഛന്റെ കാര്യത്തിലും നീ അനുഭവിക്കേണ്ടി വരും. അതെനിക്കറിയാം ചേച്ചി. ഞാൻ ഇന്ദ്രേട്ടന്റെ അമ്മയുടെ മുഖത്തടിച്ചെന്ന് കേട്ടാ നമ്മുടെ അച്ഛനും അതിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാന്ന് എനിക്കറിയാം. ഏതായാലും എല്ലാം ഞാൻ സഹിക്കേണ്ടവളാ. ഇന്ദ്രേട്ടന്റെ ശിക്ഷ ആദ്യം ഒന്ന് കഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞിട്ട് അച്ഛൻ അറിഞ്ഞാ മതി. അതാ നല്ലത്. എല്ലാം കൂടി എനിക്ക് സഹിക്കാൻ വയ്യ. എന്തായി ഭാനുമേ, നിങ്ങൾ ഇന്ദ്രന്റെ ഒപ്പം അവന്റെ വീട്ടിലേക്കല്ലേ പോയത്? അതെ, അവിടെ വെച്ച് സുശീൽ അവനോട് എന്തൊക്കെയാ പറയാന്നറിയാൻ വേണ്ടിട്ട് തന്നെയാ ഞാൻ പോയത്. ആ, ഏതായാലും സുശീലയുടെ നല്ല സമയമായിരുന്നു. നിന്റെ കൈ അവളുടെ മുഖത്ത് വീണു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടേ ഇന്ദ്രൻ വീണ്ടും അമ്മയുടെ പഴയ ഇന്ദ്രനായി മാറി. ഞാനും സത്യനോടക്കം എല്ലാവരും നിനക്ക് വേണ്ടി പറയാൻ ശ്രമിച്ചു മോളെ. പക്ഷെ അതൊന്നും അവന് കേൾക്കണ്ട. ആദ്യം അമ്മയെ അടിച്ചതിനുള്ള ശിക്ഷ അനുപമയെ അനുഭവിക്കണമെന്നാ അവൻ പറയുന്നത്.
എന്റെ അമ്മയെ അടിച്ചതിനുള്ള ശിക്ഷ ഞാൻ തന്നെ അവൾക്ക് വിധിക്കാൻ പോവാ. എന്റെ ഭാര്യ ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നാ ജീവിതകാലം മുഴുവൻ എന്റെ അമ്മയ്ക്ക് ദാസ്യപ്പണി ചെയ്ത് ജീവിക്കേണ്ടി വരും. അമ്മയ്ക്ക് അവളെ ആട്ടാം, തുപ്പാം, അടിക്കാം. ഇവിടെ ഒരുത്തരും ചോദിക്കില്ല. അല്ല, ഇതെന്താ രാജഭരണോ അടിമപ്പണി ചെയ്യാൻ? അല്ലെങ്കിൽ തന്നെ അനുപമയ്ക്ക് ശിക്ഷ വിധിക്കാൻ അവൻ ആരാ? ദേ, ഇവൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നാണോ ഇപ്പോഴും അവന്റെ വിചാരം? നിങ്ങൾ അവന്റെ ആജ്ഞ അനുസരിച്ച് ഇവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണോ ഭാനുവമ്മേ? അയ്യോ, അനുമോളെ സുശീലയുടെ അടിമപ്പണിക്ക് ഞാൻ വിടുവോ അമ്പിളി? എത്രയും വേഗം മോനെയും എടുത്ത് അനുവിനോട് ഈ വീടൊഴിഞ്ഞു പോകണമെന്ന് പറയാനാ ഞാൻ വന്നത്. ആ, അത് തന്നെയാ ഭാനുവമ്മേ ഇവളോട് ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കേട്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. എടി, നീ എന്താ എടുക്കാനുള്ളത് വെച്ച് അങ്ങ് എടുക്ക്. ഞാൻ രഘുവേട്ടനെ വിളിച്ച് വണ്ടിയായിട്ട് ഇങ്ങോട്ട് വരാൻ പറയാം. നീ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. ഇന്ദ്രൻ വീണ്ടും അവന്റെ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോയില്ലേ? എടി, നീ ഇങ്ങോട്ട് എണീച്ച് വാ. അങ്ങനെ ഒന്നും പറയാതെ ഇറങ്ങി പോവാൻ എനിക്ക് പറ്റില്ല ചേച്ചി. ഞാനിവിടെ വലിഞ്ഞു കയറിയൊന്നും വന്നതല്ലോ. ഇന്ദ്രേട്ടനും ഞാനും ഒരുമിച്ചാ ഇവിടെ കയറി വന്നത്. പോകേണ്ട അവസ്ഥയാണെങ്കിൽ അത് ഇന്ദ്രേട്ടന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് ഇറങ്ങും. അത് വേണോ അനു? അവനാകെ ഭ്രാന്ത് പിടിച്ച് നടക്കുക. സുശീലയുടെ ഏഷണി കേട്ട് അവൻ വന്ന് ചിലപ്പോ നിന്നെ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ വരെ സാധ്യതയുണ്ട് മോളെ. അടിക്കുന്നെങ്കിൽ അടിക്കട്ടെ ബാനുമ്മേ. എന്റെ കൈ ഒരു തവണ ഇന്ദ്രേട്ടന്റെ അമ്മയുടെ മുഖത്ത് വീണതല്ലേ? അതിന് പകരമായ ഒരടി അമ്മയും മകനും എന്നെ അടിച്ചോട്ടെ. എടി, നിനക്കിത് എന്തുവാ? അമ്മളെ, ആ കട അങ്ങനെ തീരുകയാണെങ്കിൽ 2 അടി കൊള്ളാനും ഞാൻ തയ്യാറാണ്. അല്ലാതെ ജീവിതകാലം മുഴുവൻ ആ സ്ത്രീയുടെ ദാസ്യവേല ചെയ്യാനാണെങ്കിൽ എന്റെ ഭർത്താവ് അതിന് പറ്റിയ വേറൊരുത്തിയെ കെട്ടേണ്ടി വരുമെന്ന് ഭാനുമ ചെന്ന് പറഞ്ഞേക്ക്. അയ്യോ, എന്റെ ദൈവമേ, ഇനി എന്തൊക്കെ കാണണം എന്റെ ഈശ്വര. അയ്യോ മോളെ, വയറ് നിറച്ച് കഴിക്കിന്ദ്ര. നീ യാത്രയിലൊന്നും കഴിച്ചു കാണില്ലല്ലോ. മതിയമ്മേ, തൽക്കാലത്തെ വിശപ്പൊന്ന് അടങ്ങിയാൽ മതി. വയറ് നിറച്ച് കഴിക്കാവുന്ന മാനസികാവസ്ഥയൊന്നും അല്ലല്ലോ. എന്തായാലും നമുക്ക് ഈ അവസ്ഥയ്ക്ക് നല്ല രീതിയിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം ചേട്ടാ. ഏട്ടത്തെ ഇവിടെ കൊണ്ടുവന്ന് അടിമപ്പണി ചെയ്യിക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. അവൾക്ക് വേണമെങ്കിൽ മതി സത്യ. ഇല്ലെങ്കിൽ എന്റെ മോനെ ഇങ്ങ് തന്നിട്ട് അവളുടെ പാട്ടിന് പോട്ടെ. ഏട്ടത്തി പോയതായിരുന്നല്ലോ, പിന്നെ ഏട്ടൻ തന്നെയല്ലേ വീണ്ടും നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നത്. അതിനെന്താടാ? ഇന്ദ്രൻ അവക്ക് മുന്നിലൊന്നും തോറ്റു കൊടുത്തു കരുതി അവൾക്ക് എന്തും ചെയ്യാന്നാണോ? ഒറ്റയ്ക്ക് ജീവിച്ച് സുഖം പിടിച്ചതിന്റെ അഹങ്കാരം അവൾ എന്നോട് കാണിച്ചത്. ഏട്ടത്തി ഏട്ടന് ഒറ്റയ്ക്കൊരു വീട്ടിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി അമ്മേ? അതിനിടയ്ക്ക് ആവശ്യമില്ലാത്ത സീനുണ്ടാക്കി അമ്മയ്ക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ പോയതേ എന്റെ മൂത്ത മോന്റെ അടുത്തേക്കടി. അതിന് നിനക്കെന്താടി? ഞാൻ അവിടെ ചെന്ന ഉടനെ ആ വീടിന്റെ മുഴുവൻ ചുമതല എന്റെ മോൻ എന്നെ ഏൽപ്പിച്ചത് എന്നോടുള്ള വിശ്വാസം കൊണ്ടാ. എന്നിട്ട് അമ്മ മോനോട് എന്താ കാണിച്ചേ? മൂത്ത മോനെ ഏൽപ്പിച്ചു പോയ കുടുംബത്തെ അതേ സന്തോഷത്തോടെ തിരിച്ചേൽപ്പിക്കാൻ അമ്മയ്ക്ക് പറ്റിയോ? പകരം ഒരു ഫ്രോഡ് സ്ത്രീയെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി എല്ലാം തകർത്ത് കളയല്ലേ ചെയ്തേ? സൂക്ഷിച്ച് സംസാരിക്കണം. ഹർഷയോട് നിനക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് അവളോട് നേരിട്ട് കാണിക്കാം. അല്ലാതെ അമ്മ ക്ഷണിച്ചു വരുത്തിയത് ഒരു ഫ്രോഡിനാണെന്നല്ല പറയേണ്ടത്.